ഗൗതം മേനോൻ്റെ സിനിമകൾ ഡിലേ ആവുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്നാൽ അങ്ങനെ ഡിലേ ആയിട്ടുള്ള ജോഷുവ എന്ന സിനിമ ഇന്ന് ഇറങ്ങി, അത് കണ്ടു. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തൻ്റെ കാമുകിയെ രക്ഷിക്കാൻ നടക്കുന്ന ജോഷുവയുടെ കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ ഒരു കേസ് പറയുമ്പോഴത്തേക്കും ഇതിങ്ങനെ റൂട്ടീൻ എലമെൻസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. കണ്ട് ശീലിച്ച് അങ്ങനത്തെ കുറേ ഹോം ആക്ഷൻ രീതിയിലുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ സിനിമ അങ്ങനെ ബോറടിപ്പിക്കുന്ന പോലെ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അത് ബോറടിപ്പിച്ചിട്ടില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ആക്ഷൻ സെഗ്മെൻറ്റുകളാണ്. കാരണം ഒരു ആക്ഷൻ സീൻ സ്റ്റേജ് ചെയ്യുന്ന സമയത്തൊക്കെ അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ ത്രില്ല് തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ റഷൊക്കെ വരുന്ന രീതിയിൽ അങ്ങനത്തെ കുറച്ച് ആക്ഷൻ സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം കൊള്ളാം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രം പലയിടത്തും ഈ സിനിമ ഒരു ബോറിംഗ് ആവുന്ന ഒരു രീതിയിലോട്ടൊന്നും പോകുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ കണ്ട് ശീലിച്ച ഈ കാമുകിനെ രക്ഷിക്കാൻ നടക്കുന്നൊരു നായകൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ പ്രഡിക്റ്റബിളായിട്ട് വരുന്ന കുറേ ഈവൻസൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഡിലേ ആയി വന്നൊരു സിനിമയായതുകൊണ്ട് ഞാനങ്ങനെ വലിയൊരു ഹോപ്പൊന്നും കൊടുത്തിട്ടൊന്നുമല്ല ഈ സിനിമ കണ്ടത്. ആൻഡ് കൂടുതലും ഇതൊരു സ്പൂഫ് പടം ആവും എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ് അങ്ങനെയാണ് കണ്ടത്. ഇത് അങ്ങനത്തെ ഒരു സിനിമയായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചെയ്യാവുന്നതൊക്കെ അവർ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കൊക്കെ കൊള്ളാമായിരുന്നു. സോങ്സൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ടിരിക്കാം. അല്ലെങ്കിൽ അതൊന്നും പ്ലോട്ട് ഡെവലപ്മെൻറ്റിനെ ഇങ്ങനെ പ്രശ്നമാക്കുന്ന രീതിയിലുള്ള ടൈപ്പിലൊന്നും അല്ലാതെ പ്ലേസ് ചെയ്തു. പക്കാ രീതിയിൽ ഈ സിനിമ പോകുമ്പോൾ ഇങ്ങനെ വാച്ചബിൾ ആവും എന്നൊരു ടൈപ്പിലോട്ട് സോങ്സിനെ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. BGM അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോൾ ഇതൊരു ആവറേജ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര സംഭവമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നോട്ട് ബാഡ്. അങ്ങനെയാണ് ജോഷുവ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.